അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഇന്നേക്ക് ഏകദേശം 15ഓളം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തീർത്തും അശാന്തി നിറഞ്ഞിരുന്ന ഒരു സാമൂഹിക ചുറ്റുപാട്, ധർമ്മത്തെ അധർമ്മം അടക്കി ഭരിച്ചിരുന്ന, സത്യത്തിന്മേൽ അസത്യം കവച്ചു വെച്ചിരുന്ന, നീതിക്കുമേൽ അനീതി അരങ്ങു വാഴ്ന്നിരുന്ന ഒരു സാമൂഹിക ചുറ്റുപാട്. പാശ്ചാത്യ ലോകമെന്ന് പ്രാകൃതവും ക്രൂരമെന്ന് വിശേഷിപ്പിച്ച ആ ഒരു ഇരുണ്ട യുഗത്തെ അഥവാ ആ ഒരു ഡാർക്ക് ഏജിനെ പ്രവാചകർ മാറ്റിയെടുക്കുന്നതായിട്ടുള്ള ഒരു രീതിയുണ്ട്. സർവമാനുഷിക മൂല്യങ്ങളും വെറും പാഴ്വസ്തുവായി മാത്രം പരിഗണിക്കപ്പെട്ട ആ ഒരു സമയത്ത് പ്രവാചകൻ ഇംപ്ലിമെന്റ് ചെയ്തതായിട്ടുള്ള ചില സ്നേഹത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തിയതായിട്ടുള്ള നയങ്ങളുണ്ട്. നാം ഒന്ന് പിന്നോട്ട് കണ്ണോടിച്ചു നോക്കിയാൽ പെണ്ണിനും പണത്തിനും കള്ളിനും കൊള്ളയ്ക്കും വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ നിസ്വാർത്ഥ മനസ്കതയും ആക്രമണ മനോഭാവമുള്ള ആ ഒരു ജനവിഭാഗത്തെ പ്രവാചകർ മാറ്റിയെടുക്കുന്നതായിട്ടുള്ള സ്നേഹത്തിൽ ഊന്നി നിൽക്കുന്നതായിട്ടുള്ള ആ പാഠങ്ങൾ നാം ഒന്ന് തിരിച്ച് മറിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. അന്ന് പ്രവാചകൻ നടന്ന ഓരോ വഴിയോരങ്ങളിലെയും ഓരോ മൺതേക്കും പറയാനുണ്ടാവും പ്രവാചകന്റെ സ്നേഹത്തിലും കരുതലിലും ഒരു ഗ്രഹനാഥൻ പാലിച്ചിട്ടുള്ള, അതിൽ ചാലിച്ചെടുത്തതായിട്ടുള്ള 100-ലേറെ കഥകൾ. ഒരിക്കല് ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ഏറെ ഫ്രീ ആയി ഇരിക്കുന്നത് കണ്ട ഒരു സ്വഹാബി വനിത ആയിഷ ബീവിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തേ ആയിഷ, ഇന്ന് നിനക്ക് വീട്ടിൽ പണികളൊന്നുമില്ല? അന്ന് ആയിഷ ബീവി പറയുന്ന ഒരു മറുപടി ഉണ്ട്, വീട്ടിൽ ഇന്ന് പ്രവാചകരുണ്ട്. നാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്റെ ഭാര്യമാർ ഉണ്ടെങ്കിലും വീട്ടിലെ സകലമാന ജോലികളും ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു പ്രവാചകൻ എന്നതിലുപരി ഒരു ഗ്രഹനാഥൻ എന്ന പേരിൽ പ്രവാചകർ എല്ലാം ചെയ്തു തീർക്കുമായിരുന്നു. യാതൊരു മടിയും കൂടാതെ തന്റെ വീട് മുഴുവനും അടിച്ചു വാരി നാൽക്കാലികളെ കറന്ന് അങ്ങാടിയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വരുന്ന പ്രവാചകനെ പറ്റി ആയിഷ ബീവി പറയുന്നുണ്ട്, പ്രവാചകൻ ഉണ്ടാവുമ്പോ നമുക്കിവിടെ വലിയ പണികളൊന്നുമില്ല. നാം ഒന്ന് ആ പ്രവാചകന്റെ ജീവചരിത്രത്തിന്റെ പുസ്തകത്തിന്റെ താളുകളൊന്ന് പിന്നോട്ട് മറിച്ചു നോക്കിയാൽ അവിടെ പ്രവാചകൻ ഏറെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന മക്കളുടെ വേർപാടിന്റെ ഒരു അധ്യായം ഉണ്ടാവും. ആ ഒരു അധ്യായത്തിന് ഏറെ മനോഹാരിതയും ചാരുതയും നൽകുന്ന പ്രവാചകന്റെ ഒരു പ്രസ്തുതയുണ്ട്. അന്ന് പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളിൽപ്പെട്ട ഇബ്രാഹിം മരണപ്പെടുകയാണ്. പ്രവാചകന്റെ കണ്ണിൽ നിന്നും സങ്കടത്തിന്റെ ബാഷ്പങ്ങൾ ധാരധാരയായി ഒഴുകുന്ന ആ ഒരു സമയത്ത് ഒരു സ്വഹാബി വര്യൻ പ്രവാചകരോട് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, അള്ളാഹുവിന്റെ ദൂതരെ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? അങ്ങ് എന്തിനാണ് കരയുന്നത്? അപ്പോ പ്രവാചകനെന്ന് ചരിത്രത്തിന്റെ താളുകൾ ഇന്നും സ്വർണ്ണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട മാതൃകാപരമായ ഗൃഹനാഥൻ പറയേണ്ടതായിട്ടുള്ള ഒരു മറുപടി അവിടെ പറയുന്നുണ്ട്. ഞാനൊരു ഉപ്പയല്ലേ, റഹ്മത്തി, ഒരുവന്റെ കരുണ, അത് കരുണ ഭൂമിയിൽ കാണിക്കുന്നവനിക്ക് അള്ളാഹു കരുണ ചെയ്യുകയുള്ളൂ എന്ന്. ഇത്തരത്തിൽ എല്ലാ അവസ്ഥയിലും തന്റെ കുടുംബത്തെ നെഞ്ചോട് ചേർത്തിരുന്ന ഒരു ഗ്രഹനാഥനായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം ഇന്നോളം നമുക്ക് മുമ്പിൽ പല മേഖലകളിലായി മാതൃകയായവരുണ്ടെങ്കിലും ഒരു മനുഷ്യ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും അഖില നിഖില മേഖലകളിലും പ്രവാചകരുടെ ജീവിതം ഒരു ഉത്തമമായ മാതൃകയായിരുന്നു. എന്തിനേറെ പറയണം, ഒരിക്കൽ ഫാത്തിമ ബീവി തന്റെ കൈകളൊക്കെ മുറിഞ്ഞ് വ്രണം വന്ന ഒരു സമയത്ത് പ്രവാചകരോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, അങ്ങക്ക് കുറെ അടിമകൾ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതിൽ വിട്ട ഒരു അടിമയെ വേണമെന്ന്. അപ്പോ പ്രവാചകരുടെ പറയാനുള്ള ഒരു താല്പര്യത്തോടെ ഫാത്തിമ ബീവി പ്രവാചകന്റെ വീടിനടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ അന്ന് പ്രവാചകൻ അവിടെ ഇല്ല. ആയിഷ ബീവി ഏൽപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ ബീവി കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോ പ്രവാചകർ നേരെ ഫാത്തിമ ബീവിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അലിയാർ തങ്ങൾ കൂടെയുണ്ട്. പ്രവാചകർ അവിടെ ഒരു ഗൃഹനാഥൻ നിർവഹിക്കേണ്ടതായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു നടത്തിപ്പ് നാം ഏവരും സാക്ഷ്യം വഹിച്ചതാണല്ലോ. ഇത്തരത്തിൽ ലോകത്ത് ഇന്നോളം ജീവിച്ച മാനവ സമൂഹത്തിലെ
ഏത് മഹാത്മാവിനാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പ്രവാചകന് സമാനമായിട്ടുള്ള രീതിയിൽ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് നാം ചിന്തിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. പ്രവാചകന്റെ ജീവിതത്തെ ഏറെ മനസ്സിലാക്കി പ്രവാചകന്റെ ജീവിതത്തിൽ നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.